ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ 3 ദശകത്തോളമായിട്ട് പടിപടിയായിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. ഇതിൽ ചരിത്രപരമായിട്ട് സംഭവിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പല പ്രതിഭാസങ്ങളുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് തന്നെ 80കളുടെ അവസാനം 90കളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന് തരിപ്പണമായിപ്പോയി. ഇന്ത്യയുടെ സഖ്യകക്ഷി നെഹ്റുവിൻ്റെ കാലം മുതൽ ചേരിചേരാ നയമെന്ന് പറഞ്ഞിരുന്നാൽ പോലും നെഹ്റുവിന് കുടുംബാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി ജനാധിപത്യത്തിൽ നിന്നകന്ന് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയും തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സോവിയറ്റ് യൂണിയനായിട്ടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ബന്ധം സ്ഥാപിച്ചിരുന്നത്. അത് പിന്നീട് അങ്ങോട്ട് കാലാകാലങ്ങളായിട്ട് അത് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ 90കളുടെ തുടക്കത്തിൽ ഫസ്റ്റ് ഗൾഫ് വാർ, ജോർജ് ബുഷ്, അപ്പൻ ബുഷ്, മകൻ ബുഷിൻ്റെ അപ്പനായ ജോർജ് ബുഷ്, അദ്ദേഹം മരിച്ചുപോയി. ആ ബുഷ് അധികാരത്തിലിരിക്കുമ്പോഴാണ് ഇറാഖ് യുദ്ധം ആദ്യം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന പേരിൽ അമേരിക്ക സദ്ദാം ഹുസൈനെതിരെയുള്ള യുദ്ധം നടത്തുന്നത്. ആ കാലഘട്ടത്തിൽ ചന്ദ്രശേഖരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ഇറാഖിൽ അന്ന് നടക്കുന്ന യുദ്ധത്തിൽ അവിടുത്തെ യുദ്ധവിമാനങ്ങൾ, അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എണ്ണയടിക്കുന്നതിനൊക്കെയുള്ള സഹായം രഹസ്യമായിട്ട് ഇന്ത്യ ചെയ്തു കൊടുത്തിരുന്നു. അതിനുള്ള പണവും ഒക്കെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. അന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ബിൽ ക്ലിൻ്റൺ വന്നിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ഇന്ത്യൻ സർക്കാരുകൾ മാറിയാലും അതിനിടയിൽ ചന്ദ്രശേഖർ വന്നു, PV നരസിംഹറാവു വന്നു, അത് കൂടുതൽ വളർന്നു. പിന്നീട് IK ഗുജറാൾ വന്നു, വാജ്പേയി വന്നു, മൻമോഹൻ സിംഗ് വന്നു. ഈ കാലഘട്ടം മുഴുവനും കോൺഗ്രസ് ആയാലും BJP ആയാലും മൂന്നാം മുന്നണിയും ഭരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അമേരിക്കയായിട്ടുള്ള ബന്ധം വളരെ ആഴത്തിൽ അങ്ങോട്ട് പോകായിരുന്നു. പ്രത്യേകമായിട്ട് ഇന്ത്യ മൻമോഹൻ സിംഗ് എന്ന ധനകാര്യമന്ത്രിയുടെ അണ്ടറിൽ ഈ നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിൽ ഘാട്ട് കരാറിൽ ഒപ്പിട്ട് ലോകവുമായിട്ട് മാർക്കറ്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നത്. എന്നാൽ അതിനെല്ലാം തിരിച്ചടി എന്ന പോലെയാണ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം മൊത്തം താരിഫ് യുദ്ധം പുകയായിട്ട് ആകെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ആ ഒരു ഇന്ത്യയായിട്ടുള്ള ബന്ധമല്ല, മറ്റ് ലോകരാഷ്ട്രങ്ങളായിട്ട് വെല്ലുവിളിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഒരിത്. ഇപ്പം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വ്യാപാര കരാറ് നമ്മളുടെ ഈ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ അതല്ലെങ്കിൽ ഇവിടെ സെക്രട്ടറിമാരായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ള ഒട്ടനവധി ആൾക്കാരുണ്ട്. കൊമേഴ്സ് സെക്രട്ടറി ഹോവേർഡ് ലുട്നിക്ക്, JD വാൻസും ട്രംപും തന്നെ, ഉപരാഷ്ട്രപതി JD വാൻസ്, ട്രംപ്, പിന്നെ ഇന്ത്യൻ ഭാഗത്തു നിന്ന് ജയശങ്കർ, പിന്നെ ഡിഫൻസ് മിനിസ്റ്റർ പല കാര്യങ്ങളിൽ, ഡിഫൻസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, പിന്നീട് ഈ മറ്റൊരു വ്യക്തിയാണ് ഹോവേർഡ് ലട്നിക്ക്, കൊമേഴ്സ് സെക്രട്ടറി. പിന്നെ ഉള്ളതാണ് പീറ്റർ നവാരോ, അദ്ദേഹം വൈറ്റ് ഹൗസിൻ്റെ ട്രേഡ് അഡ്വൈസർ, ട്രംപിന് ഉപദേശകനാണ്. അദ്ദേഹം ഒട്ടനവധി കാലങ്ങളിൽ വളരെ മോശമായ രീതിയിൽ ഇന്ത്യയെ അവഹേളിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയെ പോലെ. അതൊന്നും അദ്ദേഹത്തിൻ്റെ വിഷയമല്ല. നമ്മൾ പറയുമ്പോൾ ഈ പീറ്റർ നവാരോ അവഹേളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയമല്ല ഇന്ത്യയിലുള്ള ജാതി വ്യവസ്ഥ, ഒരു ഇൻറ്റേർണൽ പ്രോബ്ലമാണ് അത്. പീറ്റർ നവാരോ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ടെഡ് ക്രൂസ് റിപ്പബ്ലിക്കൻ പാർട്ടി, ട്രംപിൻ്റെ പാർട്ടിക്കാരനാണ്. ശക്തമായ റിപ്പബ്ലിക്കൻ കൺസർവേറ്റീവ് വാല്യൂസ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ടെഡ് ക്രൂസ്. അദ്ദേഹം മുൻപ് ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ പ്രൈമറിയിൽ പങ്കെടുത്തിട്ടുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് പ്രസിഡൻഷ്യൽ മോഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രഹസ്യമായിട്ടുള്ള ഒരു സംഭാഷണമാണ്, 10 മിനിറ്റ് നേരത്തെ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു സംഭാഷണം തെളിയിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി, അതായത് ട്രംപിൻ്റെ പാർട്ടിക്ക് ഉള്ളിലുള്ള പൊട്ടിത്തെറികളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് അദ്ദേഹം അതിലുണ്ടായിരുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ വ്യക്തമായിട്ട് ട്രംപിനോട് പറയാണ്, ഇന്ത്യ പോലെയുള്ള ഇത്രയും ശക്തമായിട്ട്, കാരണം ഇന്ത്യയെ ഡെമോക്രാറ്റ്സ്, നമുക്കറിയാം ഒബാമ, ബൈഡൻ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ, പ്രസിഡന്റുമാരൊക്കെ വളരെ കാര്യമായിട്ടാണ് നോക്കി നടന്നിരുന്നത്. കാരണം ഒന്ന് ചൈനയെ കൗണ്ടർ ചെയ്യുക, പിന്നെ ഇൻഡോ പസഫിക് റീജിയനിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്കൊരു ഇത് കൊടുത്താണ് മുന്നോട്ട് പോയിരുന്നത്. അത് ട്രേഡിൽ മുഖ്യമായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പണായി കൊടുത്തിരുന്നില്ല.
അതിപ്പോൾ മോഡിയും കൊടുക്കുന്നില്ല ഓപ്പണായിട്ട്. അതൊക്കെയാണ് ട്രംപിനെ ചോദിപ്പിച്ചിരിക്കുന്നത്. കൃഷിപരമായിട്ടുള്ള ഇവിടുത്തെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, പാല്, ചീസ് സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ വിൽക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പിന്നെ അതോടൊപ്പം തന്നെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ്, ജനിതക മാറ്റം വരുത്തിയ മൊൺസാൻറ്റോ, കൊണാഗ്ര പോലെയുള്ള കമ്പനികൾ അവിടെ കൊണ്ടുവന്ന് അവർക്ക് കൃഷി നടത്തി ഇന്ത്യൻ ജനതയ്ക്ക് അവരുടെ ഈ അത്രം ഈ ഗുണമേന്മയില്ലാത്ത വസ്തുക്കൾ, എഗ്രികൾച്ചർ പ്രോഡക്ട്സ് വിൽക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ വന്ന ഇതിൽ ടെഡ് ക്രൂസ് വളരെ ശക്തമായിട്ട് ട്രംപിനോട് പറയണത് എന്തുകൊണ്ട് ഇന്ത്യയായിട്ടുള്ള ബന്ധം ഇത്ര തകർന്ന് വഷളായി. അതിന് ഉത്തരവാദികളായിട്ട് പറയുന്നത് ട്രംപ്, JD വാൻസ് ഉപരാഷ്ട്രപതി, പിന്നെ വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവ് പീറ്റർ നവാരോ, ഈ 3 വ്യക്തിത്വങ്ങളാണ് ഇന്ത്യയായിട്ടുള്ള ബന്ധം തകർത്തേ എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രംപ് ഈ ടെഡ് ക്രൂസ് ഉന്നയിക്കുന്ന ആവലാതി എന്ന് പറഞ്ഞാൽ, ഈ ഒരു 2026 ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഒരു മിഡ് ടേം ഇലക്ഷൻ വരും. അതായത് ഇവിടുത്തെ ലോക്കൽ ഇലക്ഷൻ പോലെയുള്ള ഇത്. ആ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വളരെ ശക്തമായ തിരിച്ചടി നേരിടാൻ ഈ ഒരു ട്രേഡ് ഡീൽ കാരണമാകും. ഒപ്പം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ ട്രേഡ് ഡീൽ വലിയൊരു ഘടകമായിട്ട്, കാരണം ഇത്ര നാളൊരു കൊട്ടാരം, ഒരു ഇത് പണിത് കൊണ്ടുവന്ന സാധനത്തിനെ തല്ലിപ്പൊളിച്ച് കളയുന്ന രീതിയിലാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ടെഡ് ക്രൂസ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം അത്രം ഒരു ചൈനയെ കൗണ്ടർ ചെയ്യുന്നതിനും ഒരു ഇന്ത്യയിൽ വളരെ താല്പര്യത്തോടു കൂടിയാണ്, അതും രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫൻസിൽ, ഫൈനാൻസ്, എക്കോണമിയിൽ ഒക്കെ ചർച്ച ചെയ്ത്, അത് ഒപ്പം തന്നെ നയതന്ത്രമായിട്ട് നയതന്ത്രമായ ബന്ധങ്ങൾ പോലും, രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങൾ പോലും അത്രയും അടുത്തു വന്നതിനെയാണ് തല്ലി തകർത്ത് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ടെഡ് ക്രൂസ് എന്ന വ്യക്തി, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഉന്നയിക്കുന്ന അത് ഇലക്ഷന് തിരിച്ചടി നേരിടും. ആ ഒരു രഹസ്യ ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നതോട് കൂടിയിട്ട് രാഷ്ട്രീയമായിട്ട് ഇത് ഒരു ഇംപീച്ച്മെൻറ്റിലേക്ക്, ഇതിന് മുഖ്യ ഘടകമായിട്ടും ഒപ്പം തന്നെ ഇന്ന് ട്രംപ് കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും, ഒരുപക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നത് വളരെ, കാരണം ഇവിടെയുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷൻസ്, ഇൽഹാൻ ഒമർ പോലെയുള്ള മീനിയാപോളിസിലൊക്കെ ഇപ്പോൾ നടക്കുന്ന ഇതുകൾ, ഇസ്ലാമിനെതിരെയുള്ള യുദ്ധം, ഇതൊക്കെ ഒരു ഘടകമാണെങ്കിൽ പോലും ട്രംപ് ഇത് കാണിച്ചു കൂട്ടുന്നത് ദൂരവ്യാപകമായ അമേരിക്കൻ ബന്ധങ്ങളിൽ, യൂറോപ്പായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഒരു വിഖ്യാതം ഉണ്ടാക്കും എന്നാണ് ടെഡ് ക്രൂസ് പറയുന്നത്. അപ്പോൾ ആ രഹസ്യ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ്. അത് ട്രംപിന് തിരിച്ചടിയാകുമോ? ട്രംപ് പതറിയിട്ടുണ്ടോ? ഒരുപക്ഷെ ട്രംപ് പെരുമാറുന്നത് ഒരു കിളി പോയ പോലെയാണ് ട്രംപ് പലപ്പോഴും പെരുമാറുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ പല നയങ്ങളും അമേരിക്കയ്ക്ക് ഇനി വരുന്ന കാലഘട്ടത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഗുണം ചെയ്യുന്നെങ്കിലും ഇത് തല്ലി തകർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ട്രംപ് കൊണ്ടെത്തിക്കുമോ എന്നാണ് അമേരിക്കയിലെ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും നോക്കിക്കാണുന്നത്. ഇത് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ട്രംപിന് ഇനി ഒരു ഇലക്ഷൻ നേരിടാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ അദ്ദേഹം രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്, അടിച്ചു നിരത്തി ലെവലാക്കാനായിട്ട്. ഒപ്പം തന്നെ അദ്ദേഹം റഷ്യയായിട്ട് നല്ല ബന്ധത്തിന് നോക്കുന്നു, ചൈനയായിട്ട് നോക്കുന്നു. പക്ഷേ ഇന്ത്യയായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ഒരു കാതലായിട്ടുള്ള വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയുമായിട്ടുള്ള ആ ട്രേഡ് ഡീല് എന്തുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റും? കാരണം ട്രേഡ് ഡീൽ അങ്ങേ അടുത്ത് വരെ എത്തിയതാണ്. പീറ്റർ നവാറയും ഹൊവാർഡ് ലാറ്റ്നിക്ക് പറഞ്ഞത്, മോഡി ട്രംപിനെ വിളിച്ചില്ല എന്നുള്ളൊരു അല്ലറ ചില്ലറ ഈഗോ ക്ലാഷിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു ഡീല് തകർന്നു പോയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി സമയമെടുത്തേക്കാം. അപ്പോൾ ടെഡ് ക്രൂസ് രഹസ്യ സംഭാഷണം പുറത്തു വന്നിരിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിച്ച വിഷയം.